എൻ്റെ വീടിൻ്റെ അടുത്തേ കുറേ പാടങ്ങളുണ്ടായിരുന്നു കേട്ടോ. കണ്ണെത്താ ദൂരത്ത് നോക്കിയാലും എത്താത്തത്ര പാടങ്ങളായിരുന്നു. ഇന്ന് അതൊക്കെ നികത്തിയിട്ട് അവിടെ ഇഷ്ടംപോലെ വീടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പറയാൻ കാരണം വേറൊന്നല്ല, അന്ന് ആ പാടവരമ്പത്ത് നിറയെ തുവരച്ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും. ഈ കൊയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ, പാടമൊക്കെ കൊയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങൾ ഓരോ സെഞ്ചിയൊക്കെ എടുത്തിട്ട് പോകും കേട്ടോ. എന്തിനാണെന്നറിയോ? ബാക്കി വന്ന നെല്ലൊക്കെ എടുത്തിട്ട് വരാൻ. അങ്ങനെ പോകുമ്പോൾ നമ്മൾ തുവരയും പറിച്ചിട്ട് വരും. അവരോട് ചോദിക്കാറൊന്നുമില്ല, നമ്മൾ കുട്ടികളല്ലേ, നമുക്ക് ആവശ്യത്തിനുള്ള തുവരയൊക്കെ പൊട്ടിച്ചിട്ട് വരാം. അതപ്പോൾ ഇവിടെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് തുവര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്ത് വീട്ടുകാർ നട്ടുപിടിപ്പിച്ചതായിരുന്നു. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എനിക്ക് ആ പണ്ടത്തെ കാലമൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. ഈ കറി ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയട്ടെ. തുവരനെ നല്ലോണം കഴുകി വൃത്തിയാക്കുക, ആദ്യം അത് തൊലിച്ചെടുക്കണം കേട്ടോ. ഞാനത് മറന്നുപോയി വീഡിയോ എടുക്കാൻ. തുവരയിലോട്ട് നമുക്ക് ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, 2 തക്കാളി, 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, മല്ലിയില, പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. വേവിച്ചതിലോട്ട് പിന്നെ നമുക്ക് തേങ്ങ ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കാണ്ട്, തേങ്ങയിൽ ഒന്നും ഇടണ്ട കേട്ടോ. തേങ്ങ അരച്ച് ചേർത്ത് അതും കൂടി മിക്സ് ചെയ്യുക, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇതവിടെ തിളച്ച് മറിയുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് താളിച്ചെടുക്കണം. ഇഞ്ചട്ടി ആയതുകൊണ്ട് കണ്ടല്ലോ, അതാ തീ ഓഫാക്കിയിട്ട് അപ്പുറത്തടുപ്പിലിരുന്നിട്ട് അങ്ങനെ തിളയ്ക്കുന്നുണ്ട്. താളിക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ട് കൊടുക്കുക. താളിപ്പ് നമ്മൾ നേരെ കറിയിലോട്ട് ഒഴിച്ചിട്ട് കറി അപ്പം തന്നെ ടപ്പേന്ന് മൂടി വെക്കണം കേട്ടോ. അതെന്തിനാണെന്നറിയോ? ആ താളിച്ച മണം ഒന്നും പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ തോരക്കറി കഴിക്കാനേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് പുളി ഒഴിച്ചിട്ട് മസാലക്കറിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമല്ല ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി നിൽക്കുക.